ഒരു മനുഷ്യൻ നമ്മളടുത്ത് ഒരു ഹെൽപ്പിന് വരുമ്പോൾ അവർ ആ മനുഷ്യനായിട്ട് മാത്രം കാണാം. പൊസസീവ്നെസ് എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇമോഷണൽ പാറ്റേൺ അല്ല. നമ്മൾ അൺസേഫ് ആക്കുന്ന എന്തെങ്കിലും പാർട്ട്ണർ ചെയ്യുമോ എന്നുള്ളൊരു ഫിയർ ഉണ്ടാവും നമുക്ക്. ആ ഫിയറിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയാളെ മാനേജ് ചെയ്യുന്നത്. നന്നായിട്ട് ഫിസിക്കലി മെയിൽ പാർട്ട്നേഴ്സിനെ അബ്യൂസ് ചെയ്യുന്ന ഫീമെയിൽസും ഉണ്ടാവാറുണ്ട്, നന്നായിട്ടുണ്ട്. ആ ഇമോഷൻസ് അത്രയും പെയിൻഫുൾ ആയിട്ട് വരുമ്പോൾ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തത് കാരണമായിരിക്കും. ഞാൻ ബാഡ് പേഴ്സൺ ആണോ, ഞാൻ അങ്ങനെ ചെയ്തു പോവുമോ? ഇത് കണ്ടോ, ഇതാണ് എനിക്ക് വേണ്ടത്. റീല് കിട്ടുന്നതോറും അപ്പുറത്തുള്ള ആൾ ഓക്കെ ഇത് ഞാൻ ഇരുന്ന് പഠിച്ച് ചെയ്യാന്നുള്ളതല്ല വിചാരിക്കുക. ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകാൻ സമ്മതിക്കില്ല, വിളിക്കാൻ സമ്മതിക്കില്ല. ഫ്രണ്ട്സ് വീട്ടിൽ വന്നാലും അത്ര റെസ്പെക്ട്ഫുള്ളി അല്ലാതെ ബിഹേവ് ചെയ്ത് പറഞ്ഞു വിടും. അവിടെ ദിലീപേട്ടനൊക്കെ തകർന്നടിഞ്ഞ് നിൽക്കുമ്പോൾ സലീമേട്ടൻ്റെ അങ്ങനെ കിടക്കുന്ന സലീമേട്ടൻ്റെ പിക്സ് എടുക്കുകയാണ്. ചന്തു പറയണം മാറിപ്പോ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളൊരു വിഷ്വൽ നല്ലത് കാണുമ്പോഴത്തേക്കും വേഗം ക്യാമറ എടുക്കുക, ഫോൺ എടുക്കുക. ഇമോഷൻസ് വരുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാൻ, എമ്പതി എന്ന് പറയുന്ന ഒരു സംഭവം ആളുകളിൽ ഇന്ന് മിസ്സിംഗ് ആണ്. അങ്ങനെ അവൻ്റെ വീട്ടിലെ കിണറിൻ്റെ അകത്തേക്ക് വരെ ഇറങ്ങിപ്പോവും. ഓക്കെ, അവിടെ നിന്നിട്ട് അവൻ ഡിമാൻഡ് ചെയ്യും. അത് ചിലപ്പോൾ ഫോണിന് വേണ്ടി മാത്രമല്ല, ഫുഡ്, അവന് ഫാസ്റ്റ് ഫുഡേ പറ്റുള്ളൂ. നീ പോയി നന്നായിട്ട് വാ, എനിക്കല്ലല്ലോ കുഴപ്പം, നിനക്കല്ലേ പ്രശ്നം. ഏതെങ്കിലും ഒരു പാർട്ട്ണർ, അത് മെയിലോ ഫീമെയിലോ ആവാട്ടോ, ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് മറ്റേ ആൾ വരാൻ റെഡിയല്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണാറുണ്ട്. ആരുടെ ഇടയിലും ആർക്കും ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. അപ്പം നമുക്ക് നമ്മളുടെ അച്ഛൻ, അമ്മ, അമ്മമ്മ എന്നൊക്കെ പറയുന്ന തോന്നലുകളും ഫീലിങ്സും ഇല്ലേ? ഈ വീട്ടിൽ അതൊന്നും ഇല്ല. കൊച്ചിനെ മാത്രം നന്നാക്കിക്കൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ നന്നാക്കാൻ പറ്റില്ല. പാരൻസും എന്തായാലും ഇൻവോൾവ് ആവേണ്ടി വരും. ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിൻ്റെ കാര്യം പറയുന്നത് പോലെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഡിവോഴ്സ് റേറ്റ്. അങ്ങനെ സഹിച്ചിട്ടൊന്നും നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഒരുപാട് പേരിൽ ഉണ്ട്. നിയോ പ്രൈമിൽ ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും സെൻസേഷണൽ ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ആർദ്രയാണ്. ആർദ്ര, വെൽക്കം. താങ്ക് യു. ഞാൻ ഒരുപാട് നാളായി കാണണം എന്ന് ആഗ്രഹിച്ചൊരു മുഖമാണ്. കാരണം ഇത്രയും ഭംഗിയുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ ഒന്ന് നേരിട്ട് കാണാനുള്ളൊരാഗ്രഹം. അപ്പോൾ അത് പറയാറുണ്ടോ, വന്നിരിക്കുന്നവരൊക്കെ സുന്ദരിയായ ഒരാളാണ് മുന്നിലുള്ളതെന്ന് കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആവാറുണ്ടോ? ഇല്ല, നമ്മൾ പ്രൊഫഷണൽ സ്പേസിൽ ഭയങ്കര ജസ്റ്റ് ലൈക്ക് ആദ്യത്തെ ചോദ്യം വളരെ സ്ട്രെയിറ്റ് ആണ്. ഇന്നത്തെ ഏറ്റവും സെൻസേഷണലായിട്ട് മാറുന്ന ഒരു സിനിമയാണ് ഒബ്സഷൻ. കാരണം എന്താ പറയുക, പ്രണയം മൂത്ത് അല്ലെങ്കിൽ സ്നേഹം മൂത്ത് പയ്യനെ പൂട്ടിയിടുന്ന ഒരു പെൺകുട്ടീനെയാണ് നമ്മൾ ആ സിനിമയിൽ കാണുന്നത്. അങ്ങനെയുള്ള കുട്ടികളുണ്ടോ ഇന്ന് കേരളത്തിൽ? ഫിലിമിലാവുമ്പം കുറച്ചുകൂടെ സിനിമാറ്റിക്കായിട്ട് മാറുന്നതിൻ്റെ ചേഞ്ചസ് ഉണ്ടാവും. അതല്ലാതെ ഒബ്സഷണലായിട്ടുള്ള രീതിയിൽ തന്നെ സ്നേഹിച്ചു പോകുന്ന ഒരുപാട് പ്രണയങ്ങൾ നമ്മൾ കാണേണ്ടി വരാറുണ്ട്. പലപ്പോഴും ബ്രേക്കപ്സിലൂടെ പോകുന്ന സമയത്തൊക്കെ ആയിരിക്കുമല്ലോ നമ്മളിലേക്ക് അത് എത്തുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു റിജക്ഷൻ ഒരാളുടെ ഭാഗത്തുനിന്ന് വരുമ്പോഴായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അപ്പോഴായിരിക്കും നമ്മൾ ഇവരുടെ ഇമോഷണൽ പെയിൻ കണ്ട് ഹിസ്റ്ററിയിലോട്ട് പോകുന്നുണ്ടാവുക. അപ്പോഴായിരിക്കും ഈ പറയുന്ന പാറ്റേൺസ് കോൺസ്റ്റൻ്റ്ലി സോഷ്യൽ മീഡിയ മോണിറ്റർ ചെയ്യുന്നത്. ഈവൻ നമ്മൾ ഒരുപാട് ഫിലിമിലൊക്കെ തമാശയായിട്ടൊക്കെ കാണുന്ന പോലെ, സ്പൈ ചെയ്യുന്ന പോലെയൊക്കെ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പാർട്ട്ണർ പിറകെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ടൈം സ്പെൻഡ് ചെയ്ത് പോകുന്ന ആളുകൾ. ഈ പൊസസീവ്നെസ്സിൽ നിന്നാണ് ഈ ഒരു ഒബ്സഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. പൊസസീവ്നെസ് എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇമോഷണൽ പാറ്റേൺ അല്ല. ഞാൻ ശരിക്കും ഇച്ചിരി പൊസസീവ് ആയിട്ടുള്ളൊരു ഭാര്യയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ ചോദിച്ചത്. അത് ഒട്ടും ഹെൽത്തി അല്ല. അത് നമ്മളുടെ ഉള്ളിലുള്ള എന്തോ ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ളൊരു ഫീലിൻ്റെ പുറത്താണ് നമ്മൾ പൊസസീവായി പോകുന്നത്. നമുക്ക് ഇമോഷണലി ഹെൽത്തി ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ടാവാം, പക്ഷെ നമുക്കൊരു തരത്തിലും ഡിപ്പെൻഡൻസി ആയിട്ട് മാറാൻ അത് പാടില്ല. അതായത് നമ്മൾ പൊസസീവ് ആകുമ്പോൾ എന്തുണ്ടാവുന്നത്, അപ്പുറത്തെ ആളുടെ ചേഞ്ചസിനനുസരിച്ച് നമ്മളുടെ മൂഡ് മാറുന്നു, നമ്മളുടെ ഇമോഷൻസ് മാറുന്നു, അവരെന്ത് ചെയ്യും എന്നുള്ളതിനനുസരിച്ച് നമ്മളിങ്ങനെ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ, നമ്മൾ അൺസേഫ് ആക്കുന്ന എന്തെങ്കിലും പാർട്ട്ണർ ചെയ്യുമോ എന്നുള്ളൊരു ഫിയർ ഉണ്ടാവും നമുക്ക്. അപ്പോൾ നമ്മൾ ആ ഫിയറിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയാളെ മാനേജ് ചെയ്യണേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ ഒരാൾ വന്ന ശേഷം നമുക്ക് ആ പാറ്റേൺ ഉണ്ടായി എന്നുള്ളതല്ല. നമുക്ക് നമ്മളുടെ ലൈഫിൽ മുന്നേ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് വെച്ചിട്ടോ, അത് ഫ്രണ്ട്സ് കാരണമാവാം, പാരൻസ് കാരണമാവാം, പ്രീവിയസ് പാർട്ട്നേഴ്സ് കാരണമാവാം, ആര് കാരണം വേണമെങ്കിലും നമുക്ക് അതുപോലെ അൺസേഫ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ക്ലോസ് റിലേഷൻസിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും സേഫായിട്ട് ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ ഇയാളും ഇനി അങ്ങനെ നമ്മളെ പെയിൻഫുൾ ഇമോഷനിലൂടെ കൊണ്ടുപോകും എന്നുള്ള പേടി കാരണം
നമ്മളറിയാതെ മൈക്രോ മാനേജ് ചെയ്ത് തുടങ്ങുമ്പോഴാണ്. ആണാണോ പെണ്ണാണോ കൂടുതൽ ഈ പൊസസീവ്നെസ് കാണിക്കാൻ അല്ലെങ്കിൽ ഒബ്സഷൻ കാണിക്കാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നത്? രണ്ടും രണ്ട് രീതിയിലാണെന്ന് തോന്നുന്നത്. സയൻറ്റിഫിക്കലി നമുക്ക് അങ്ങനെ അങ്ങ് പറയുന്നത് എന്നാൽ പോലെ ഒന്നും കൂടുതൽ പറയാൻ വയ്യ. പേടിക്കേണ്ട ഒബ്സഷൻ ആരുടെ ആയിരിക്കും? സ്ത്രീയാണോ പുരുഷൻ്റെ ആയിരിക്കും? എന്താ അറിയോ, ഇപ്പോൾ സ്ത്രീകളാവുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കരഞ്ഞ് ബഹളം വെച്ച് ആ രീതിയിലേക്കായിരിക്കും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. എല്ലാവരുമല്ല, നന്നായിട്ട് ഫിസിക്കലി മെയിൽ പാർട്ട്നേഴ്സിനെ അബ്യൂസ് ചെയ്യുന്ന ഫീമെയിൽസും ഉണ്ടാവാറുണ്ട്. നന്നായിട്ടുണ്ട്. അതായത് ആണുങ്ങളെ ഉപദ്രവിക്കുന്ന പെൺകുട്ടികൾ. അതായത് ഈ സ്നേഹം മൂത്തിട്ടാണോ അതോ? സ്നേഹം മൂത്തിട്ടും ഉണ്ടാവും, പല റീസൺസ് ഉണ്ടാവും. പല റിലേഷൻസും ഒരുപോലെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ വയ്യല്ലോ. അപ്പം അങ്ങനെയുള്ള ആളുകളും. അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ആർദ്രയ്ക്ക് വരാറുണ്ടോ കൂടുതലായിട്ട്? എന്താ പറയുക, ഇഷ്ടമില്ലാഞ്ഞിട്ടാവണം എന്നില്ല. ആ ഇമോഷൻസ് അത്രയും പെയിൻഫുള്ളായിട്ട് വരുമ്പോൾ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തത് കാരണമായിരിക്കും. വളരെ അർജൻറ്റായിട്ട് ഇപ്പോൾ സെഷൻ വേണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങനെ ഡിമാൻഡ് ചെയ്ത് നമ്മുടെ സ്റ്റാഫിനെയൊക്കെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞ് ഇപ്പോൾ കാണണം, സംസാരിക്കണം എന്ന് പറഞ്ഞ ഒരു ഡിഫിക്കൽട്ട് കേസ് വന്നിട്ടുണ്ടായിരുന്നു. അവർ വരുന്ന സമയത്ത്, സെഷൻ എടുക്കുന്ന സമയത്ത് തന്നെ അവർ ഫുള്ളി ഡിസ്റ്റർബ്ഡ് ആണെന്നുള്ളത് നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും. പക്ഷേ അവർ പറയുന്നത് അവർക്ക് അവരുടെ പാർട്ട്ണറിനെ എന്തെങ്കിലും രീതിയിൽ ഫിസിക്കലി ഉപദ്രവിക്കാനുള്ള അങ്ങനെയുള്ള ടെൻഡൻസിയിൽ നിൽക്കുകയാണ്. ആ വിളിക്കുന്നതിൻ്റെ തൊട്ട് മുന്നിലുള്ള ഇൻസിഡൻറ്റ് അവർ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായി. ഓക്കെ. അപ്പോൾ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ വെച്ചിട്ടാണ് ഫൈറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആളെ പുഷ് ചെയ്യാനുള്ള ടെൻഡൻസീസ് വന്നു. ആദ്യം ആൾ ജമ്പ് ചെയ്യാനുള്ള ടെൻഡൻസി വന്നു സെൽഫായിട്ട്. അപ്പോൾ അത് പിടിച്ചു വെക്കാൻ പാർട്ട്ണർ വന്ന സമയത്ത് പാർട്ട്ണറിനെ പുഷ് ചെയ്തിടാൻ ടെൻഡൻസി വന്നു. ഓക്കെ. അപ്പം അത് അയാൾക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി. ഇൻറ്റൻഷനലി പ്ലാൻ ചെയ്ത് ഇയാളെ കൊല്ലണമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ഒരു ഫൈറ്റ് ഉണ്ടായപ്പോൾ ഞാൻ അതുവരെ ചെയ്ത് പോയേനേലോ എന്നുള്ള ഫിയറിൽ നിന്നാണ്, ഞാൻ ബാഡ് പേഴ്സൺ ആണോ, ഞാൻ അങ്ങനെ ചെയ്തു പോവുമോ എന്നുള്ള രൂപത്തിൽ. ഇതിപ്പം റൊമാൻറ്റിക് റിലേഷൻസിൽ മാത്രമല്ല, വീട്ടിലിരുന്നിട്ട് വളരെ രീതിയിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അമ്മയെ ഫിസിക്കലി ഉപദ്രവിച്ച് പോകുമോ എന്നുള്ള ഫിയർ ഉണ്ട്. എനിക്ക് വീട്ടിൽ പോകാൻ പേടിയാണ്. എന്നാൽ വീട്ടിലാണെങ്കിൽ ഭയങ്കര കൺട്രോളിങ് ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കാൻ സമ്മതിക്കുള്ളൂ. ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകാൻ സമ്മതിക്കില്ല, വിളിക്കാൻ സമ്മതിക്കില്ല. ഫ്രണ്ട്സ് വീട്ടിൽ വന്നാലും അവരുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്ത് പാരൻസ് അത്ര റെസ്പെക്ട്ഫുള്ളി അല്ലാതെ ബിഹേവ് ചെയ്ത് പറഞ്ഞു വിടും. അപ്പോൾ പിന്നെ ആരും ഇങ്ങോട്ട് വരത്തുമില്ല. അപ്പോൾ മൊത്തത്തിൽ ട്രാപ്ഡ് ആയിട്ടുള്ള ഫീൽ ആയിരിക്കും. ആൻഡ് ഇമോഷണലി വരെ മനസ്സിലാക്കുന്ന ഒരാൾ ലൈഫിൽ ഇല്ലാത്ത അവസ്ഥയായിരിക്കും. ആൻഡ് ഇതിനൊക്കെ കാരണമാവുന്നത് പാരൻസ് ആണെന്ന് വരുമ്പോൾ അവരുടെ അടുത്തായിരിക്കും ആ അഗ്രഷനും കാര്യങ്ങളും പോവുക. ആൻഡ് ഇപ്പോൾ ഈ പറയുന്ന ആളൊക്കെ നമ്മളെ കാണുന്നൊരു 28-29 ഏജിലാണ്. അപ്പോൾ ആലോചിക്കേണ്ട, കുഞ്ഞിലേ തൊട്ടതല്ലേ അവർ ഫേസ് ചെയ്യുന്നത്. ഒരാളുടെ ടോളറൻസ് എത്രത്തോളം ഉണ്ടാവും, അയാൾക്ക് അത് ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടോ? ഒരു ഫിസിക്കൽ ബോഡിയല്ലേ, ഒന്നുമില്ലല്ലോ. അതുമല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വേറൊരു ട്രെൻഡാണ് ബോയ് ഫ്രണ്ട് ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. അതായത് ഇങ്ങനെ മോളിൽ കൊണ്ട് നടന്നിട്ട് ഫുഡ് ടെസ്റ്റിംഗ് ചെയ്യുക. അവനെൻ്റെ വായിൽ ഭക്ഷണം വെച്ച് തന്നു, അവൻ നല്ല ബോയ് ഫ്രണ്ടാണ്. ഫുഡ് ടെസ്റ്റിൽ അവന് 10ൽ 10 മാർക്ക്. പിന്നെ എന്താണ്, കറങ്ങാൻ കൊണ്ടുപോയി, അപ്പോൾ എൻ്റെ കൈ പിടിച്ചു, എൻ്റെ ഷൂ ലേസ് കെട്ടിത്തന്നു. പല പല ടെസ്റ്റിലൂടെ കടന്നുപോയി ഇവനൊരു ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ ആണ് എന്ന് തെളിയിക്കുന്ന രീതിയിലൊക്കെ വളരെ പ്രായം കുറഞ്ഞ കുട്ടികൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നുണ്ട്. ഇതൊരു നല്ല സമ്പ്രദായമാണോ ആർദ്ര? അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ആക്ടിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ അതിന് ഒരു വാല്യൂ അങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസിന് കൊടുത്തിട്ടില്ല. ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല ഇത് കാണുന്ന കുട്ടികളിൽ? ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആലോചിക്കേണ്ടത്, ഇപ്പം ഒരാൾ ക്യാമറയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മറ്റേ ആൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളും കൂടി ആ ആക്ടിൽ ഇൻവോൾവ് ആവാൻ റെഡി ആയിട്ട് അവർ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ എല്ലാ ആളുകളും ഇത് കാണുന്ന സമയത്ത് ഐഡിയലൈസ് ചെയ്യുന്നത് പോലെയാണ്. ഇതുപോലെ അല്ല ആ പാർട്ട്ണർ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അവരെത്രത്തോളം പബ്ലിക്കലി ഷെയർ ചെയ്യും? അത് ഷെയർ ചെയ്തോളണമെന്നില്ല. മോസ്റ്റ്ലി നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഹൈലൈറ്റ്സ് മാത്രം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമ്പോൾ അത് കണ്ട് ഐഡിയലൈസ് ചെയ്ത് കുറേ കളി റിലേഷൻഷിപ്സിലൊക്കെ പ്രശ്നം വരുന്ന സമയത്ത് ഈ റീൽ അയച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതാണ് എനിക്ക് വേണ്ടത്, ഇത് വാക്കാൽ പറയുന്നതിന് പകരം റീലാണ് അയച്ചു കൊടുക്കണേ. ആൻഡ് കോൺവെർസേഷൻ ഇല്ല. ഇത് റീൽ കിട്ടുന്തോറും അപ്പുറത്തുള്ള ആൾ ഓക്കെ ഇത് ഞാൻ ഇരുന്ന് പഠിച്ച് ചെയ്യാന്നുള്ളതല്ല വിചാരിക്കുക. എനിക്കൊരു മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ അത്ര സഫിഷ്യൻ്റ് അല്ല, ഞാൻ അത്ര പോരാ എന്ന് ഫീൽ ചെയ്യാണ് അപ്പുറത്തെ പാർട്ട്ണർ ഈ റീൽ അയച്ചു കൊടുക്കുന്തോറും സംഭവിച്ചുകൊണ്ടിരിക്കണേ എന്നുള്ളത് അയച്ചു കൊടുക്കുന്ന ആൾക്ക് മനസ്സിലാവണില്ല. ചിലപ്പോൾ അയാൾ പറഞ്ഞ് ടയേർഡായിട്ടായിരിക്കും ചിലപ്പോൾ റീൽ അയച്ചു കൊടുക്കുന്നതിലേക്ക് എത്തിയിട്ടുണ്ടാവുക. പക്ഷേ അങ്ങനെ ആ കോൺഫ്ലിക്റ്റ് നമുക്ക് സോൾവ് ചെയ്യാൻ. എന്നാൽ ഇത്രയൊക്കെ പറയുമ്പോഴും നമ്മൾ സലീമേട്ടൻ നമ്മളോടൊപ്പം ഇന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ ചന്തു
വളരെ അഗ്രസീവായിട്ട് വളരെ ഇതായിട്ട് മീഡിയാസിനോടൊന്നും നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞ് രമേശ് ഏട്ടൻ വന്നിട്ട് പറഞ്ഞു, ചന്തു ചോദിച്ചു അത് ഇത്തിരി കൂടിപ്പോയോ ഏട്ടാ എന്ന് ചോദിച്ചു എന്നൊക്കെ അറിഞ്ഞു. ഇപ്പോഴത്തെ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു കറണ്ട് മെൻ്റൽ സ്റ്റേറ്റ് എന്താണ് ആർദ്രയ്ക്ക് തോന്നുന്നത്? കാരണം അങ്ങനെ ഒരു മൊമെൻറ്റിൽ ഇത്രയും ക്യാമറാസ് വരുന്നു. കാരണം പലരും ഞാൻ നോക്കുമ്പോൾ സെൽഫി എടുക്കുകയാണ്. അവിടെ ദിലീപേട്ടനൊക്കെ തകർന്നടിഞ്ഞ് നിൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് വന്ന് നിന്ന് ആൾക്കാർ സെൽഫി എടുക്കുകയാണ്. സലീമേട്ടൻ്റെ അങ്ങനെ കിടക്കുന്ന സലീമേട്ടൻ്റെ പിക്സ് എടുക്കുകയാണ്. അപ്പം നമുക്കൊക്കെ ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ടായിരുന്നു. ചന്തു പറയണം മാറിപ്പോ എന്നൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നൊക്കെ. സോ ഒരു സൊസൈറ്റിയുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് എങ്ങനെയാണ് ഇപ്പോൾ ആർദ്ര എന്നെ എക്സാമിൻ ചെയ്യുന്നത്? നമ്മൾ ഈ റിയൽ ലൈഫിൽ ജീവിക്കുന്നതിൽ കൂടുതൽ റിയൽ ലൈഫിൽ ജീവിച്ചു പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാ മേഖലയിലും വിസിബിളാണ്. ഇപ്പോൾ ആലോചിച്ച് നോക്കിയും അവിടെ വരുന്ന ഇപ്പോൾ ന്യൂസ് ചാനൽസോ അങ്ങനത്തെ ഉള്ള ചാനൽസ് ആണെങ്കിൽ അവർക്ക് അവരുടെ ഓഡിയൻസിന് ഈ വിഷ്വൽസ് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ്. അതല്ലാതെ അവിടെ ഓരോ ക്യാമറയും ഫോണിലുള്ള ക്യാമറയും പിടിച്ച് നിൽക്കുന്ന ആളുകൾക്ക് അത് എങ്ങോട്ടാണ് അത് ഷെയർ ചെയ്യാനുള്ളത്, ആരെയാണ് കാണിക്കാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഓരോ ക്വസ്റ്റ്യൻസ്. അവരവരെ കാണാൻ വന്നു, ആ ദുഃഖത്തിൽ പങ്കുചേരാൻ വന്നു എന്ന് പറയുമ്പം അത് നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നൊരു ആ മൊമെൻറ്റിൽ നിൽക്കേണ്ട ആക്റ്റാണ്. ആ മൊമെൻറ്റിൽ നിൽക്കുന്ന സമയത്ത് ഇത് ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ വേറെ എന്തിനോ വേണ്ടി ചെയ്യുന്ന ആക്റ്റാണ് അല്ലേ? അപ്പം എല്ലാവരും ആ മൊമെൻറ്റിൽ ഇൻസ്റ്റൻ്റായിട്ട് ആ വിഷ്വൽസ് എങ്ങോട്ടോ എത്തിക്കാനുള്ള, ഞാനും എന്താ പറയുക സോഷ്യൽ മീഡിയയിലും എൻ്റെ പ്രസൻസ് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക ട്രെൻഡിൻ്റെയൊക്കെ പോലെ പോകുന്നത് പോലെ ഞാനും അതിൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന് ഷോ ഓഫ് ചെയ്യാനോ അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ടാണ് നമ്മൾക്കത് ഫീൽ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഒരു ജെന്യുവൻലി നമ്മളവിടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ട് വരുന്ന സമയത്ത് ഞാനൊക്കെ പലപ്പോഴും ഒരു ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്ത് ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവരുടെ കൂടെയുള്ള ഫോട്ടോസേ ഉണ്ടാവില്ല. നമ്മളത് മറന്നു പോവുകയാണ്. നമ്മൾ ആ മൊമെൻറ്റിൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് പോകുമ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്തോ സെൽഫി എടുത്തോ കറക്റ്റ് അവിടെ ചെന്നിട്ടുള്ള മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്തോ എന്നുള്ളതിലില്ല. നമ്മൾ ആ മൊമെൻറ്റിലാണ്. ഇത് ആളുകൾക്ക് ഇന്ന് മിസ്സിങ് ആണ്. എല്ലാവരും നമ്മളൊരു വിഷ്വൽ നല്ലത് കാണുമ്പോഴത്തേക്കും വേഗം ക്യാമറ എടുക്കുക, ഫോൺ എടുക്കുക, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല, എൻജോയ് ചെയ്യുന്നില്ല. സെയിം ആണ് നമുക്ക് ഇമോഷണൽ സ്റ്റേറ്റ്സ് വരുമ്പോഴും. ഇമോഷൻസ് വരുന്ന സമയത്ത് നമ്മൾ അത് മറ്റുള്ളവരിലേക്ക് എക്സ്പ്രസ് ചെയ്യിക്കാൻ, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാൻ, നമ്മളതിൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സേ ഇല്ല. അപ്പോൾ ഇവിടെ എമ്പതി എന്ന് പറയുന്നൊരു സംഭവം ആളുകളിൽ ഇന്ന് മിസ്സിങ് ആണ്. അതൊക്കെയാണ് നമുക്ക് ആ ഇൻസിഡൻറ്റ് കാണുമ്പോൾ തോന്നുന്നത്. ആ ചന്തുവിൻ്റെയൊക്കെ അവസ്ഥയെപ്പറ്റി ചിന്തിക്കാൻ പോലും ആളുകൾ റെഡിയല്ല, അല്ലെങ്കിൽ അങ്ങനെ ചിന്ത പോകുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ സൊസൈറ്റിയുടെ ഒരു പ്രശ്നം. പക്ഷേ ഈ ക്യാമറ എടുക്കാത്ത ഇപ്പം പറഞ്ഞില്ലേ ഈ ചില മൊമെൻറ്റ്സ്, എനിക്ക് പ്രശ്നമുണ്ട്. കാരണം നമ്മൾ 90s കിഡ്സാണ്. നമ്മൾ ജനിച്ച ഒരു +2 ഒക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഫോൺ നമ്മുടെ കയ്യിലേക്ക് ആദ്യമായിട്ട് കിട്ടുന്നതും കാണുന്നതും. അതിനു മുമ്പ് നമുക്ക് ഈ ഫോണില്ല നമ്മൾ ജനിച്ചു തുടങ്ങി വളരുന്ന സമയത്ത്. പക്ഷേ ഇന്നത്തെ കുട്ടികൾ അതുമായിട്ട് വളരുന്നതുകൊണ്ടായിരിക്കാം അല്ലേ, മേ ബി അവർക്ക് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദിയർ ലൈഫ്. അവർക്ക് ജോലി അതിനകത്താണ്, അവരുടെ സ്റ്റഡീസ് അതിനകത്താണ്, എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഫോണിനകത്താണ്. അവരെ നമ്മൾ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടോ അവരൊരു നെഗറ്റീവ് ലൈം ലൈറ്റിൽ നിർത്തിയിട്ടോ ഒന്നും കാര്യമില്ല. ഏറ്റവും ചെറിയ പ്രായം ഉള്ള ഒരു കുട്ടിയുടെ ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ട് ആർദ്രയെ ഡിസ്റ്റർബ് ചെയ്തൊരു ഇഷ്യൂ എന്തായിരിക്കും റിഗാർഡിങ് ദിസ് ഫോൺ? ആ കുട്ടിയുടെ ഫോൺ യൂസേജ് ഓർ എനിത്തിങ്, ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സഹോദരി പൊട്ടിക്കരഞ്ഞു പോയ ആർദ്രയെ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്ന ഒരു ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? കുട്ടികൾ എന്നുള്ള കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ഇന്ന് പുതിയ പല ടേംസും പുതിയ ഡയഗ്നോസ്റ്റിക് നെയിംസും ഒക്കെ ഇൻവെൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയയും ഫോൺ യൂസും സ്ക്രീൻ യൂസും ഒക്കെ വന്നതിന് ശേഷം. അപ്പോൾ പലപ്പോഴും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള ചില സിംറ്റം പ്രസൻറ്റേഷൻസും അഗ്രഷൻസും വയലൻസ് ഒന്നും വേണ്ട. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയണത് എന്തിനാ, നിങ്ങൾ ഇപ്പം അടുത്തൊരു സോഷ്യൽ മീഡിയയിലൊരു വീഡിയോ കണ്ടില്ലേ, ഒരു മോൻ മൾട്ടിപ്പിൾ ഫ്ലോസിൻ്റെ മുകളിൽ പോയിട്ട് ഇപ്പം ജമ്പ് ചെയ്യും, ഫോൺ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് ആണ്. അതൊരു എക്സ്ട്രീം സിറ്റുവേഷൻ പോലെ നമുക്ക് തോന്നിയത് കൊണ്ട് നിങ്ങൾ കണ്ടു. ഇത് വീടിനകത്ത് നടക്കുന്ന എത്ര ഫാമിലീസ് ഉണ്ട്, എത്രയോ ഫാമിലീസിനകത്ത് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു ഇൻസിഡൻറ്റ് വന്നിട്ടുണ്ടോ ഒരു കേസായിട്ട്? അതായത് ഏതെങ്കിലും ഒരു അമ്മയുടെയോ അതായത്
കുഞ്ഞിൻ്റെ ഒരു ഇതോ അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് ലൈക്ക് റിഗാർഡിങ് ദിസ് ഫോൺ യൂസേജ് ഓർ എനിത്തിങ്? ഫോണ് യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ രൂപത്തിൽ മാത്രമല്ല, ഇത് ഇമ്പൾസീവ് നേച്ചർ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമാവുന്നൊരു കാര്യം കൂടിയാണ് ഇത്രയും സ്ക്രീൻ ടൈം യൂസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരുടെ ഇൻസ്റ്റൻ്റായിട്ട് അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന റിയാക്ഷൻസിനെ പറ്റിയാണ് ഒരു ഇൻസിഡൻറ്റ് ജസ്റ്റ് ഷെയർ ചെയ്യാം. ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊച്ചു ഏത് എക്സ്റ്റെൻറ്റ് വരെയും ബിഹേവ് ചെയ്യും. അതിനൊരു എക്സ്ട്രീമിറ്റി ഞാൻ പറഞ്ഞുതരാം. അവൻ അവൻ്റെ വീട്ടിലെ കിണറിൻ്റെ അകത്തേക്ക് വരെ ഇറങ്ങിപ്പോവും. ഓക്കെ, അവിടെ നിന്നിട്ട് അവൻ ഡിമാൻഡ് ചെയ്യും. ഓക്കെ, അത് ഇറങ്ങിപ്പോയിട്ട് നോട്ട് പോലെ ത്രെറ്റണിങ് പോലെ സൂയിസൈഡ് ചെയ്യുന്നല്ല അവൻ പറയുന്നത്. ഐ മീൻ സൂയിസൈഡ് ചെയ്യില്ല ഒന്നും നമുക്കറിയില്ല, അവൻ എന്തും ചെയ്ത് കളയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അത് ചിലപ്പോൾ ഫോണിന് വേണ്ടി മാത്രമല്ല, അതിൽ നിന്ന് ഫുഡ്, അവന് ഫാസ്റ്റ് ഫുഡേ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഫാമിലി എന്ന് പറയുന്നത് അത്രയും ഫൈനാൻഷ്യലി അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു ഫാമിലി ഒന്നും അല്ല. അപ്പോൾ അവനവിടെ പോയിരുന്നിട്ട് എല്ലാ ദിവസവും ഈ പെപ്സിയുടെയൊക്കെ നമ്മളെ വലിയ ലിറ്ററിലുള്ള ബോട്ടിൽസേ പറ്റുള്ളൂ, അവന് പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ്സേ പറ്റുള്ളൂ, അതും എല്ലാ ടൈമിലും അതേ പറ്റുള്ളൂ. ഞാൻ വീട്ടിലെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് ഒന്നും അവനതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാനീ പറയുന്ന മോൻ വലിയ മോനൊന്നും അല്ല, 5th 6th പഠിക്കുന്ന കൊച്ചു പയ്യനാണ്. അതുപോലെ അവൻ്റെ യങ്ങർ സിബ്ലിംഗ് ഉണ്ട്, ആളെ ഉപദ്രവിക്കുന്നത് പോലെ ത്രെട്ടൺ ചെയ്യും. ഓക്കെ 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 ആൻഡ് തേങ്ങയൊക്കെ എടുത്ത് എറിഞ്ഞ് അവൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ബോണൊക്കെ ബ്രേക്ക് ആവുന്ന സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് തുടങ്ങുന്നത് നോക്കുമ്പോൾ ഇപ്പോൾ ഒരാളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടി ഇതൊക്കെ ചെയ്യുന്ന ഈ ഒരു ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഫാമിലി എന്ന് പറയുന്നത് വളരെ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ഫാമിലി അറ്റ്മോസ്ഫിയറാണ്. അച്ഛനും അമ്മയും തമ്മിലുള്ള ഇക്വേഷൻസ്, അവരുടെ ഇടയിലുള്ള ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫൈറ്റ്സ്, നമുക്ക് മോറലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ആ ഫാമിലിയിൽ ഇൻവോൾവ് ആണ്. ഈ ഗ്രാൻഡ് പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റും പല രീതിയിൽ അബ്യൂസീവായിട്ടുള്ള നേച്ചേഴ്സ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ആരുടെ ഇടയിലും ആർക്കും ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. അപ്പം നമുക്ക് നമ്മളുടെ അച്ഛൻ, അമ്മ, അമ്മമ്മ എന്നൊക്കെ പറയുന്ന തോന്നലുകളും ഫീലിങ്സും ഇല്ലേ, ഈ വീട്ടിൽ അതൊന്നും ഇല്ല. അവരെല്ലാവരും കൂടി ഒരു റൂഫിൻ്റെ അണ്ടറിൽ സ്റ്റേ ചെയ്യുന്നേ ഉള്ളൂ. ഇവൻ ഇങ്ങനത്തെ ബിഹേവിയേഴ്സ് കാണുമ്പോൾ അവരുടെ ലൈഫിന് ത്രെട്ടായപ്പോൾ അവർ കാണിക്കാൻ വന്നു എന്നുള്ളതല്ലാതെ അതിനുശേഷം അവർ സെഷൻസിന് പോലും വരുന്നില്ല. 2 സെഷൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫാമിലിയിലുള്ള അവർ ചെയ്യേണ്ട ആക്റ്റുകൾ, അവർ ടേക്ക് കെയർ ചെയ്യേണ്ട ഏരിയസിലൊക്കെ നമ്മൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി കൊച്ചിനെ മാത്രം നന്നാക്കിക്കൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ നന്നാക്കാൻ പറ്റില്ല. പാരൻസും എന്തായാലും ഇൻവോൾവ് ആവേണ്ടി വരും. പാരൻ്റൽ പ്രോബ്ലംസിൻ്റെ ഏരിയാസിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്കത് അവരെ ബ്ലെയിം ചെയ്യുന്നത് പോലെയും അവർ കറക്റ്റ് ആവേണ്ട ഏരിയാസും വരുമ്പോഴത്തേക്കും ആ ഇൻസൈറ്റേ അവർക്കില്ല. ഓക്കെ, സോ അവർ തെറപ്പി കണ്ടിന്യൂ ചെയ്യില്ല. പിന്നെ നമ്മൾക്ക് ആ സാഹചര്യത്തിൻ്റെ റിസ്ക് കാരണം നമ്മൾ ഇൻ പേഷ്യൻ്റ് കെയറും കാര്യങ്ങളും കുട്ടിക്ക് അത്യാവശ്യം ആയതുകൊണ്ട് ഹോസ്പിറ്റൽസിലേക്ക് റെഫർ ചെയ്യുന്ന പോലത്തെ ഒരു സാഹചര്യമാണ് അതിൽ വന്നിട്ടുള്ളത്. ഇനി ഇത്രയും പറയുമ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിലേക്കാണ് ഇനി നമ്മൾ കാലെടുത്ത് വെക്കാൻ പോകുന്നത്. ഇന്നിപ്പം ടൈംസ് ഓഫ് ഇന്ത്യയുടെയൊക്കെ സർവേ പ്രകാരം എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിൽ കേരളം 2nd പൊസിഷനിൽ നിൽക്കുന്നു എന്നാണ് റിപ്പോർട്ട്സ് കാണിക്കുന്നത്. അത്രയും പെർസെൻറ്റേജ് വളരെ വ്യത്യാസം വന്നു ഒരു 5 വർഷത്തിലെന്നാണ് പറയുന്നത്. സോ ആർദ്രയുടെ ഒരു സ്റ്റാൻഡ് എന്താണ്? ഇന്ന് ആർദ്ര അങ്ങനെ അത്തരം കേസുകളിൽ വരാറുണ്ടോ? ആൾക്കാർ അപ്രോച്ച് ചെയ്യാറുണ്ടോ? അതിനൊരു സൊല്യൂഷന് വേണ്ടി വാട്ട്സ് യുവർ സ്റ്റാൻഡ്? എൻ്റെ സ്റ്റാൻഡൊന്നും പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിൻ്റെ കാര്യം പറയുന്നത് പോലെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഡിവോഴ്സ് റേറ്റ്. ഈ 2 കാര്യത്തിലും കാലങ്ങളായിട്ട് വരുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ കൂടുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്. യെസ്, നമ്മൾ ഓക്കെ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ എഫേർട്ട് ഇട്ട് അത് റിപ്പയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നത്തെ ജനറേഷൻസ് മേ ബി ഒരുപാട് റീസൺസ് ഉണ്ട് അവർക്ക് അന്നത്തെ കാലത്ത് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകാൻ. ഇന്നത്തെ ജനറേഷനിലേക്ക് വരുമ്പോൾ അങ്ങനെ സഹിച്ചിട്ടൊന്നും നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഒരുപാട് പേരിൽ ഉണ്ട്. ആൻഡ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഇന്നത്തെ കാലത്ത് പല രീതിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ആൻഡ് ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളതിനെ എപ്പോഴും ഒരു നെഗറ്റീവ് രീതിയിൽ കാണുമ്പോൾ എപ്പോഴും നോവൽറ്റി സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരാളെ കിട്ടാൻ മാത്രമല്ല പലപ്പോഴും എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിലേക്ക് ആളുകൾ പോയി പോകുന്നത്.
അവരുടെ പല രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റ് ഫിയേഴ്സ്, അബാൻഡൻമെൻറ്റ് ഫിയേഴ്സ്, ഇൻസെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനകത്തുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കിയിട്ടും അത് വർക്ക് ആവുന്നില്ല എന്നുള്ളത് പലപ്പോഴും നമ്മൾ കപ്പിൾ തെറപ്പീസും സെഷൻസും എടുക്കുന്ന സമയത്ത് കേൾക്കുന്ന ഒരു കാര്യമാണ്. നീ പോയി നന്നായിട്ട് വാ, എനിക്കല്ലല്ലോ കുഴപ്പം, നിനക്കല്ലേ പ്രശ്നം. ഏതെങ്കിലും ഒരു പാർട്ട്ണർ, അത് മെയിലോ ഫീമെയിലോ ആവാട്ടോ, ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് മറ്റേ ആൾ വരാൻ റെഡിയല്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണാറുണ്ട്. ഒരാൾ എനിക്ക് തെറപ്പി വേണം, അല്ലെങ്കിൽ നമ്മളുടെ ഇടയിലൊരു വർക്ക് ചെയ്യേണ്ട ഏരിയ ഉണ്ട് എന്ന് പറയുമ്പോൾ മറ്റേ ആൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഹീസ് നോട്ട് റെഡി ടു ചേഞ്ച്, അല്ലെങ്കിൽ ഷീ ഈസ് നോട്ട് റെഡി ടു ചേഞ്ച് എന്നുള്ളതാണ്. അവിടെ ചേഞ്ച് ആവേണ്ട എന്തോ ഒരു കാര്യമുണ്ട്, അത് ഐഡൻറ്റിഫൈ ചെയ്യാനും വർക്ക് ചെയ്യാനും റെഡിയല്ല. അപ്പോൾ ഇങ്ങനെ റെഡി അല്ലാത്ത ആളുടെ കൂടെ എത്ര കാലം പോകണം എന്നുള്ളൊരു സാഹചര്യം വരും. ഇനി പണ്ടത്തെ കാലത്തെ സിറ്റുവേഷൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിൻ്റെ കാര്യത്തിലും ഈവൻ പാരൻസിൻ്റെ അവെയർനെസ്സിൻ്റെ കാര്യത്തിലും. ഇപ്പോൾ പണ്ടാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് വിട്ടാൽ നമ്മുടെ ബാധ്യത തീർന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു മോസ്റ്റ് ഓഫ് ദ ടൈം പാരൻസ് കാണിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറയുന്നതും ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഇഷ്യൂസ് ആയതാവും നമ്മൾ അധികം പുറത്ത് കാണുന്നതെന്നുണ്ടെങ്കിലും അതല്ലാത്ത ഫാമിലീസാണ് ഒരുപാട് ഇന്ന് നമ്മൾ സെഷൻസിലേക്ക് വരുമ്പോൾ കാണുന്നത്. അവർക്ക് പോലും ധൈര്യമല്ല. നമ്മൾ സെഷൻസിലൊക്കെ വർക്ക് ചെയ്തിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് സ്റ്റേ ചെയ്യാനുള്ള രൂപത്തിലേക്കൊക്കെ ഉള്ളൊരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ പാരൻസിന് ധൈര്യമില്ല മോളെ വീണ്ടും വിടാൻ, അല്ലെങ്കിൽ മോൻ്റെ ലൈഫ് ഇനി അവർ വന്നിട്ട് വീണ്ടും പഴയതുപോലെ ആയാലോ എന്നുള്ള ഫിയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളും കൂടി ഒന്ന് തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് പാരൻസ് വന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ചേഞ്ചസ് ആളുകളിൽ എല്ലാറ്റിലും ഇത്രയും കാലഘട്ടം കൊണ്ട് വന്നിട്ടുണ്ട്. ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിനെ നമുക്ക് ഗ്ലോറിഫൈ ചെയ്യാനോ ന്യൂട്രലൈസ് ചെയ്യാനോ നോർമലൈസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അത് നമ്മളൊരാളെ അറിയിക്കാതെ അങ്ങനത്തെ ഒരു ആക്ടിലേക്ക് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തായാലും ഒബ്വിയസ്ലി ചീറ്റിംഗ് തന്നെയാണ്. ചീറ്റിംഗ് ആണ്. അത് ഷോ ചെയ്യുന്നത് നമ്മളുടെ ഒരു നെഗറ്റീവായിട്ടുള്ള ട്രെയ്റ്റിനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് മറ്റേ ആൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ദെൻ ലീവ് ദ റിലേഷൻഷിപ്പ്. അയാൾക്ക് പെയിൻഫുള്ളായിരിക്കും, പക്ഷേ അയാൾക്ക് മറ്റൊരു ട്രോമയായിരിക്കില്ല നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൊടുക്കുന്നുണ്ടാവുക. പക്ഷേ ചീറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ആൾക്ക് വേറെ ആരും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത് പോലെയാവും. ഈ ചീറ്റിംഗ് എന്ന് പറഞ്ഞു, പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ഭർത്താവിൻ്റെ ഒരു നോട്ട് കിടക്കുന്നത് കണ്ടു. അതെങ്ങനെ ചീറ്റിംഗ് ആവുന്നത്? ഞാൻ അവൾക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കുന്നില്ലേ, വൈഫിന് അവൾക്ക് വേണ്ടുന്ന ബാക്കിയുള്ള ലക്ഷറി മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്, എൻ്റെ ടൈം കൊടുക്കുന്നുണ്ട്, ഇതെൻ്റെ ഒരു സ്പേസ് അല്ലേ എന്ന് പറഞ്ഞ് നോർമലൈസ് ചെയ്യുന്ന കുറച്ച് പേരെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അതിലെന്താണ് ആർദ്രയുടെ ഒരു ഇപ്പോൾ ഈ പറയുന്ന കൊടുക്കുന്ന സാധനങ്ങളൊക്കെ കിട്ടിയാൽ അത് ക്ലിയർ ചെയ്ത് പോകേണ്ട ഒരു ഏരിയ ആണ് ആക്ച്വലി. ഇമോഷണൽ കണക്ഷൻ, ഇമോഷണൽ ഇൻറ്റിമസി എന്ന് പറയുന്നത് മിസ്സാവുന്നത് പലപ്പോഴും റിലേഷൻഷിപ്സിൽ ഫീമെയിൽസ് കുറച്ചുകൂടെ നോട്ടീസ് ചെയ്യുന്നത് പെട്ടെന്നാവാറുണ്ട്. നമ്മളുടെ ക്ലോസ്നെസ്, നമ്മളുടെ അടുത്ത് ചെയ്യുന്ന ഇമോഷണൽ കണക്ഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ആക്റ്റുകളിൽ കുറവുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളത് നോട്ടീസ് ചെയ്യുന്ന കുറച്ച് കൂടുതലാണ്. ആൻഡ് ഇമോഷണൽ നീഡ്സും ഒരു റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈ ചെയ്ത് പോകേണ്ട ഏരിയയാണ്. അതൊരിക്കലും ഫൈനാൻഷ്യലി പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടോ വെറുതെ ടൈം കൊടുക്കുന്നത് കൊണ്ടോ, ഈ ടൈം കൊടുക്കുക എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം ആവുന്നത് തന്നെ നമ്മൾ ഇമോഷണലിയും കൂടി അവിടെ അവൈലബിൾ ആകുമ്പോഴൊക്കെയാണ്. ഇമോഷണലി ഫിസിക്കലി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഒരു ഭർത്താവ് എന്ന നിലയിൽ ഞാൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? അവർക്ക് തോന്നുന്നതല്ലേ ഞാൻ ടൈം കൊടുക്കുന്നുണ്ട്, ഞാൻ ഫിസിക്കലി അവൈലബിൾ ആണ്, ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തുള്ള ആൾ ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത് അപ്പുറത്തുള്ള ആൾ പറയേണ്ട കാര്യമാണ്. പക്ഷെ ഒന്ന് രണ്ട് പേരുടെയൊക്കെ റിവ്യൂസ് കിടക്കുന്ന കാണാം, ഇത് അറിഞ്ഞുകൊണ്ട് പോകുന്ന ഭാര്യയും ഭർത്താവും ഒക്കെ ഉണ്ട് എന്ന്. അതായത് ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്പേസ് എടുക്കുന്നു, ഭർത്താവ് ഭർത്താവിൻ്റെ സ്പേസ് എടുക്കുന്നുണ്ട്. അത് നമ്മൾ കുറേ നാളായിട്ട് കേൾക്കുന്നില്ലേ, ഓപ്പൺ റിലേഷൻഷിപ്പ് എന്നുള്ള വാക്ക് കേട്ടിട്ടില്ല. അത് ഭയങ്കര എന്തോ വളരെ നോർമലൈസിങ് കാര്യമായിട്ടാണ്. എന്താണെന്നറിയോ, ഇപ്പോൾ നമുക്കൊരു തെറപ്പി സ്പേസിൽ ഒരു തെറപ്പിസ്റ്റായിട്ട് ഇരിക്കുമ്പം നമ്മൾ കാണുന്നത് ഓക്കെ ഇതൊരു ഓപ്പൺ റിലേഷൻഷിപ്പ്, ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്നുള്ള സെൻസിലല്ല നമ്മൾ ആളുകളെ കാണാം. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്തും നമ്മൾ ഹയർ ചെയ്യുന്ന കൺസൾട്ടൻസിൻ്റെ അടുത്തും പറയുന്നതാണ്, ഒരു ഡയഗ്നോസിസിൻ്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ നമ്മളടുത്ത് ഒരു ഹെൽപ്പിന് വരുമ്പം അവർ ആ മനുഷ്യനായിട്ട് മാത്രം കാണാം. എന്തുകൊണ്ട് അവർ ഇങ്ങനെയുള്ള പാറ്റേൺസിലേക്ക് വന്നു എന്നുള്ളതും
എന്തുകൊണ്ട് ആ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്നുള്ളതും ആ പാറ്റേൺ എന്തുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് അവരുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതും നോക്കാം.